ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയുമായാണ്. സാധാരണ ഉണ്ടാക്കുന്ന ദോശ ഇഡ്ഡലിയേക്കാളും ടേസ്റ്റും അതുപോലെ ധാരാളം പ്രോട്ടീനുകളും നിറഞ്ഞ ഒരു ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് ചെറുപയർ, 1 കപ്പ് നിലക്കടല അതായത് കപ്പലണ്ടി, 1 കപ്പ് പച്ചരി, ഇത് മൂന്നും ഒരേ അളവിൽ ചേർത്ത് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കാം. മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഓവർനൈറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇത് കുതിർന്ന് കിട്ടാൻ ഒരു 3-4 മണിക്കൂർ മാത്രം മതിയാകും. വൈകുന്നേരത്തിനാണെങ്കിൽ നിങ്ങളൊരു ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ കുതിർക്കാനിട്ടാൽ മതി. വൈകുന്നേരത്തിന് ഇത് റെഡിയായി കിട്ടും. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിനാണ് റെഡിയാക്കുന്നതെങ്കിൽ രാത്രി കുതിർക്കാനിട്ടാൽ മതിയാകും. ഇനി ഇത് ഓവർനൈറ്റ് കുതിർക്കാനായി അടച്ചു വയ്ക്കാം. രാത്രി കുതിർക്കാനായി വെച്ചത് റെഡി ആയിട്ടുണ്ട്. 8 മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് തുറന്നു നോക്കുന്നത്. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇത് കുതിർക്കാനായി വെച്ചിരുന്ന വെള്ളം തന്നെയാണ് അരയ്ക്കാനായി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ 2 ട്രിപ്പായിട്ടാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർക്കാം, അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം നിങ്ങൾക്ക് പച്ചമുളകും ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകും ചേർക്കാം. ഇതോടൊപ്പം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർക്കുമ്പോൾ നമ്മുടെ ഈ റെസിപ്പിയുടെ കളറും അടിപൊളിയായിരിക്കും, ടേസ്റ്റും സൂപ്പറായിരിക്കും. അരച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതൊക്കെ കുതിർക്കാനായി വെച്ചിരുന്ന അതേ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കേണ്ടത്. ആദ്യത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിൽ അരച്ചെടുക്കാം. രണ്ടാമത് അരയ്ക്കുമ്പോൾ ഇഞ്ചിയും മല്ലിയിലയും ഒന്നും ചേർക്കേണ്ടതില്ല. ഒരു പ്രാവശ്യം മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ട്രിപ്പും അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടല്ലാതെ ഒരു ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഈ മാവിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മാവ് പുളിപ്പിക്കാനൊന്നും വയ്ക്കേണ്ട. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഈനയോ ഒന്നും തന്നെ ചേർക്കണ്ട. അരച്ച ഉടൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. അടുത്തതായി നമ്മൾ ഇതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷ് തയ്യാറാക്കാം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ വളരെ എളുപ്പമാണ്. ഇതിനായി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 2 ടീസ്പൂൺ ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറന്ന് വരുന്ന സമയത്ത് നമുക്ക് എരിവിനാവശ്യമുള്ള മുളക്, വറ്റൽ മുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വറ്റൽ മുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷേ ഈ റെസിപ്പി അല്പം സ്പൈസി ആയിട്ടിരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. നന്നായി വറുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് വീണ്ടും നമുക്ക് ആ പാൻ തന്നെ അടുപ്പത്തേക്ക് വെക്കാം. പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഒരു 3 തക്കാളി, മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചെറുതായി ഒന്ന് വാടി വരുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒത്തിരി അങ്ങ് വാടണ്ട, ഒരു പകുതിയോളം വാടി കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റാം. ഈ സൈഡ് ഡിഷിൻ്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. ഉള്ളി ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടാണ് നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. ഉറപ്പായിട്ടും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാത്തിനും ഉടൻ ചേരും. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ദോശയുടെ ഇഡ്ഡലിയുടെ കൂടെ എല്ലാത്തിനോടൊപ്പം ചേരും. പ്രത്യേകിച്ച് നമ്മളിന്ന് തയ്യാറാക്കുന്ന റെസിപ്പിയോടൊപ്പം അടിപൊളിയാണ്. ഇപ്പോൾ തക്കാളി നന്നായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1/2 കപ്പ് തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തിട്ട് 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയും തക്കാളിയും ഒക്കെ ചേർന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. 1 മിനിറ്റ് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ റെസിപ്പിയുടെ ടേസ്റ്റും അടിപൊളിയായിരിക്കും. മല്ലിയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ മല്ലിയിലയൊക്കെ വാടി കിട്ടും. അതുപോലെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം.
ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് തണുക്കാനായി മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തണുക്കാനായിട്ട് വയ്ക്കാം. അടുത്തതായി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉഴുന്നും ഉണക്കമുളകും ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഈ ഒരു രീതിയിൽ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തണുക്കാനായി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും തേങ്ങയും മല്ലിയിലയും ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം വേണം മിക്സി ജാറിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ നന്നായി തണുത്തിട്ടുണ്ട്, അതിനുശേഷമാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ടല്ല അരച്ചെടുക്കേണ്ടത്, ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ അരച്ചെടുക്കാം. ആ ഒരു രീതിയിൽ അരച്ചെടുക്കുമ്പോഴാണ് ഈ ഒരു റെസിപ്പിക്ക്, അതായത് ഈ ഒരു ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ചെറിയ തരികൾ കിടക്കുന്ന രീതിയിലാണ് അരച്ചെടുത്തത്. കിടിലൻ ടേസ്റ്റും വെറൈറ്റിയുമായിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഇതിനൊരു ചെറിയ താളിപ്പും കൂടി നമുക്ക് കൊടുക്കാം. കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് നമ്മളൊരു ചെറിയ താളിപ്പും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉഴുന്നും കുറച്ച് കടുകും ചേർക്കാം. എന്നിട്ട് 2 വറ്റൽമുളകും കൂടി പൊട്ടിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വറന്ന് വരുമ്പോഴേക്കും നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ദോശയ്ക്ക് പക്ക കോമ്പിനേഷനായ ഒരു ചട്നിയാണിത്. അടുത്തതായി ഒരു ദോശക്കല്ല് അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് കോരി ഒഴിക്കാം. എന്നിട്ട് നല്ല തിന്നായിട്ട് നല്ല കട്ടി കുറച്ചിട്ട് പരത്തി കൊടുക്കാം. എത്രത്തോളം നമുക്ക് കട്ടി കുറച്ച് പരത്താൻ പറ്റുമോ അതുപോലെ പരത്താം. നല്ല ടേസ്റ്റി ക്രിസ്പി ആയിട്ടുള്ള ദോശ നമുക്ക് റെഡിയായി കിട്ടും. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഒരു വശം നന്നായി മൊരിഞ്ഞതിന് ശേഷം തവയിൽ നിന്ന് നമുക്ക് ദോശ ഇളക്കി മാറ്റാം. നല്ല ക്രിസ്പിയും അതുപോലെ നല്ല കിടിലൻ ടേസ്റ്റിയുമാണ് ഈ ദോശ. ഈ ദോശ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാകും. അല്പം വെറൈറ്റി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിയാണിത്. സാധാരണ അരിയും ഉഴുന്നും ഒക്കെ അരച്ചാണ് നമ്മൾ ദോശയും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കുന്നത്. എന്നാൽ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ചെറുപയറും പച്ചരിയും കപ്പലണ്ടിയും ചേർത്തുള്ള ഈ ഒരു കോമ്പിനേഷനിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ തയ്യാറാക്കണം. ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള ചെറുപയറിലും കപ്പലണ്ടിയിലൊക്കെ ധാരാളം പ്രോട്ടീൻ ഉണ്ട്. ശരീരഭാരം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഡെയിലി ഈ ദോശ കഴിക്കാവുന്നതാണ്. ഈ റെസിപ്പി ശരീരഭാരം കുറയ്ക്കുന്നതിനും നല്ല ഊർജം ലഭിക്കുന്നതിനും സഹായിക്കും. അതുപോലെ തന്നെ ഇത് BP കുറയ്ക്കുന്നതിനും പ്രമേഹം കുറയ്ക്കുന്നതിനും സഹായിക്കും. ഇതിൽ ധാരാളം വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. വീട്ടിലുള്ള മുതിർന്നവർക്ക് ഡെയിലി ഇത് ഉണ്ടാക്കി കൊടുക്കാം. വളരെ നല്ലതാണ്. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇതുപോലെ ഒരു റെസിപ്പി വീട്ടിൽ തയ്യാറാക്കണം. ചെറുപയർ വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള കുറേ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ ക്രിസ്പി ആയിട്ട് റെഡിയാക്കിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു ദോശ. ഈ ദോശ നമ്മൾ തയ്യാറാക്കിയ ചട്നിയുടെ ഒപ്പം കഴിക്കാൻ അടിപൊളിയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം. അപ്പോൾ ഇന്ന് കാണിച്ച ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും.